ഹലോ. അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അങ്ങനെ നമ്മൾ എവിടെ പോകുമെന്ന് ആലോചിച്ചപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് നമുക്ക് മാരാരിക്കുളം ബീച്ചിലോട്ട് പോയാലോ എന്ന്. അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ബീച്ചാണ്. ആലപ്പുഴയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് മാരാരിക്കുളം ബീച്ച്. അവിടെ ഹോളിഡേയ്സിലും ഈവനിങ്സിലും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആളുകൾ കുറേ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ 2 കാറിലായിട്ടാണ് പോയത്. പോയ വഴിക്കാണെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡൗട്ടാണ്. എങ്കിലും നമ്മൾ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല ബ്ലോക്കാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ സ്ഥിരം നടക്കുന്നത് തന്നെ നമുക്ക് സൺസെറ്റ് ഇത്തവണയും കാണാൻ പറ്റിയിട്ടില്ല. എങ്കിലും നമ്മൾ ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരിക്കാമല്ലോ, എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ബീച്ചിൽ പോകുമ്പോൾ പട്ടം പമ്പരം ഇതൊക്കെ മേടിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അവിടെ ചെന്നപ്പോഴാണ് പറക്കുന്ന ഒരു പരന്തിൻ്റെ ഒരു പട്ടം കണ്ടത്. കാച്ചു അത് മതി എന്നും പറഞ്ഞ് അതിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരത് പറത്തി കളിക്കാൻ തുടങ്ങി. ഇവിടെ കണ്ടോ, ഒരുപാട് പേരാണ് വന്നിട്ടുള്ളത്. നിറയെ ആളാണ് ഈ ബീച്ചിൽ. അങ്ങനെ അതേ പട്ടം പറത്തിക്കൊണ്ടിരുന്നപ്പോൾ കാച്ചുവിൻ്റെ പട്ടമാണെ പറക്കാഞ്ഞിട്ട് അവൻ കൈ പിടിച്ച് പറത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല പിങ്ക് സ്കൈ ആണ് അവിടെ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ കടൽ കാണാൻ വന്നിട്ട് കടലിൽ ഇറങ്ങാതെ പോരുതല്ലോ. അങ്ങനെ ഞങ്ങൾ കടലിലോട്ട് ഇറങ്ങി. പിന്നെ അതിൻ്റെയും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മൾ ചെന്ന ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ആ സമയത്ത് തന്നെ സേഫ് ഗാർഡ്സ് വന്ന് നമ്മളെ ഓടിച്ചു വിട്ടു. പിന്നെ അടുത്തതായിട്ട് ബജിയും കപ്പലണ്ടിയും ഒക്കെ മേടിച്ച് കഴിച്ചാലോ എന്ന് തോന്നി. അപ്പോൾ പിന്നെ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴിക്കുമ്പോഴാണ് ഇവിടെ ഒരാൾ നമ്മളെ നോക്കിക്കൊണ്ട് വന്ന് നിൽക്കുന്നത്. പിന്നെ അങ്കുവും കാച്ചുവും മണ്ണിൽ കിടന്ന് കളി തുടങ്ങി. അവരവിടെ എന്തോ അഗ്നിപർവ്വതമോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് നല്ല വൈബാണ്. കാരണം നിറയെ ലൈറ്റ്സ് ഒക്കെ കൊണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടേക്കും. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് വരുമ്പോൾ സ്ഥിരം കയറുന്ന ഒരു സ്ഥലമാണിത്, ബിജൂസ് തട്ടുകട. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടും. അങ്കുവിൻ്റെയും കാച്ചിൻ്റെയും മെയിൻ സാധനം എന്ന് പറയുന്നത് പൊറോട്ടയും ചിക്കൻ കൊണ്ടാട്ടമാണ്. അതിന് നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഞങ്ങളാണ് ഇടിയപ്പമാണ് കഴിച്ചത്. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്നു. പിന്നെ അവിടുന്ന് തന്നെ അവർ അവരുടെ വീട്ടിലോട്ടും നമ്മൾ നമ്മുടെ വീട്ടിലോട്ടും പോന്നു. അപ്പോൾ ഓക്കെ, ബൈ.